സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? സ്റ്റുഡൻസ് ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. യെസ് മാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു ഇതിലുള്ള ഒരാളാ ഉണ്ടായിരുന്നേ, ഗോപിക കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല എന്നാ വിചാരിക്കണേ. അപ്പൊ കഴിഞ്ഞ ക്ലാസ് എടുക്കുന്ന ടോപ്പിക് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ ഷേപ്സ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അയണിക് ബോണ്ടിങ്ങിന്റെ കുറച്ച് ബേസിക്സ് കവർ ചെയ്തിട്ടുണ്ട്. ഇനോർഗാനിക് കെമിസ്ട്രി ഹ്യൂഹി ആ ടെക്സ്റ്റ് ബുക്ക് ആണ് നമ്മൾ റെഫർ ചെയ്യുന്നത്. ഇനോർഗാനിക് കെമിസ്ട്രി പ്രിൻസിപ്പിൾസ് ഓഫ് സ്ട്രക്ചർ ആൻഡ് റിയാക്ടിവിറ്റി, ജെയിംസ് ഇ ഹ്യൂഹി, അതാണ് ടെക്സ്റ്റ് ബുക്കിന്റെ പേര്. അപ്പോ ആ ടെക്സ്റ്റ് ബുക്കില് നമ്മൾ അയണിക് ബോണ്ടിങ്ങിന്റെ കുറച്ച് ഫണ്ടമെന്റൽസ് കവർ ചെയ്തു. ഒന്ന് പറ്റുവാണെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം. ഇവന് ഇവർക്ക് കുറച്ച് നോട്ട്സും കൂടെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ കയ്യിലുണ്ടാവും. അത് പറ്റുവാണെങ്കിൽ ഒന്ന് മേടിക്കണം. ഓക്കെ, അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ ബോൺലാൻഡിന്റെ ഇക്വേഷന്റെ, അതായത് ബോൺലാൻഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഒരു ക്രിസ്റ്റൽ ഫോം ചെയ്യുമ്പോൾ ലാറ്റിസ് എനർജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ്. ബോൺലാൻഡിന്റെ ഇക്വേഷന്റെ ഡെറിവേഷൻ വേണമെങ്കിൽ പറയാൻ പറഞ്ഞായിരുന്നു, അപ്പൊ അത് വെച്ച് തന്നെ തുടങ്ങാം. അപ്പൊ ഈ എനർജി ഡയഗ്രവും കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യണമെങ്കിൽ സംസാരിച്ച് തന്നെ ബ്രേക്ക് ചെയ്യണേ. ഞാൻ ആ മറ്റേ സ്ക്രീൻ കാണുന്നില്ല. ഓക്കെ, മെസ്സേജ് അയച്ചിട്ട് കാര്യമില്ല. ഓക്കെ അല്ലേ? ഹലോ. ഓക്കെ മാം. ഓക്കെ, അപ്പോ ബോൺലാൻഡിന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു, ഒരു അയണിക് കോമ്പൗണ്ടിന്റെ അയണിക് കോമ്പൗണ്ടിന്റെ ലാറ്റിസ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ്. ലാറ്റിസ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ, ലാറ്റിസ് എനർജി ഓഫ് അയോണിക് കോമ്പൗണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ബേസിക്സ് തുടങ്ങുന്നത് ഓക്കെ ഈ എനർജി ഡയഗ്രത്തിനാണ്. അതായത് ഇപ്പോ Na+ എന്ന് പറയുന്ന ഒരു അയോൺ, Cl- എന്ന് പറയുന്ന ഒരു അയോൺ, ഈ രണ്ട് അയോണിനെയും ഇൻഫിനിറ്റ്സിമൽ ഡിസ്റ്റൻസ് എന്ന് അടുത്തോട്ട് കൊണ്ടുവന്നിട്ട് അത് തമ്മിൽ ഒരു ബോണ്ട് ഫോം ചെയ്തു. അതാണ് ഈ മൊത്തം പ്രോസസ്സ്. അപ്പോ ഒരു സ്റ്റേജ് വരെയും ഇവരെ അടുത്ത് കൊണ്ടുവരുമ്പം അവിടെ ഉണ്ടാവുന്നത് അട്രാക്റ്റീവ് ഇന്ററാക്ഷൻസ് ആയിരിക്കും. ബട്ട് ഈ എക്സ് ആക്സസ് എന്ന് പറയുന്നത് ബോണ്ട് ഡിസ്റ്റൻസും വൈ ആക്സസ് എനർജിയാണ്, പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ ഒരു സ്റ്റേജ് വരെയും അവിടെ അട്രാക്റ്റീവ് ഇന്ററാക്ഷൻ ആയിരിക്കും. എന്നാൽ ഒരു പരിധിക്കപ്പുറം ഇത് അടുത്തോട്ട് വരുമ്പോൾ ഇത് തമ്മിൽ റിപ്പൽ ചെയ്യും. അപ്പം റിപ്പൽ ചെയ്യുന്ന സമയത്ത് അവിടെ എനർജി ഭയങ്കര ഹൈ ആയിരിക്കും. ഓക്കെ, അതാണ് ഈ എനർജിയിലുള്ള ഇൻക്രീസ് കൊണ്ട് കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രോസസ്സിന് അതായത് ഇൻഫിനിറ്റ്സിമൽ ഡിസ്റ്റൻസ് എന്ന് ഈ അയോൺസ് വന്നിട്ട് ഒരു കോമ്പൗണ്ട് അയണിക് ബോണ്ട് ഉണ്ടാവുന്ന എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബോൺലാൻഡിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ബേസിക് ഇക്വേഷൻ എന്താന്ന് വെച്ചാൽ ഇക്വേഷൻ ടു കാൽക്കുലേറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി, അതാണ് അതിന്റെ ബേസിക് ഇക്വേഷൻ. ഓക്കെ, Z+/Z- ഡിവൈഡഡ് ബൈ 4πε0r, ഇതാണ് ആ ബേസിക് ഇക്വേഷൻ. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, ഒന്നുകൂടെ പറയാം. അതായത് ദിസ് റെപ്രസെന്റ്സ് അട്രാക്റ്റീവ് ഇന്ററാക്ഷൻ. ഓക്കെ, നമ്മൾ പറഞ്ഞ അടുത്തുകൊണ്ടിരുന്നുള്ള അട്രാക്റ്റീവ് ഇന്ററാക്ഷൻ, പോസിറ്റീവും നെഗറ്റീവും ചാർജ് തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഇന്ററാക്ഷൻ, അതാണ് ബേസിക് ഇക്വേഷൻ. ഇത് സ്റ്റാർട്ട് ചെയ്തത് അതിൽ Z+ എന്ന് പറയുന്നത് Na+ന്റെ കൺസിഡർ ദ കേസ് ഓഫ് ഫോർമേഷൻ ഓഫ് NaCl. ഓക്കെ, അവിടെ Z+ എന്ന് പറയുന്നത് Na+, Z- എന്ന് പറയുന്നത് Cl- ആണ്. 4π കോൺസ്റ്റൻസ്, ε0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഇൻ വാക്വം, R എന്ന് പറയുന്നത് ബോണ്ട് ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോ പക്ഷെ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നതിൽ ഈ ഡയഗ്രാം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ അട്രാക്റ്റീവ് എനർജി മാത്രമല്ല ഉള്ള, അതിലൊരു റിപ്പൾസീവ് എനർജി കമ്പോണന്റ് കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ആക്ച്വലി
ഇ സി പ്ലസ് ഈ റിപ്പൾസീവ് ആണ്. റിപ്പൾസീവിനെ കുറിച്ച് നമുക്ക് പറയാം. അതിനു മുന്നേ തന്നെ ഈ ഇ സിയില് ഒരു ടേമും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യാനുണ്ട്. ആ ടേമാണ് എ. ആ ടേമിന്റെ പേരും കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതായിരുന്നു, മെയ്ഡ് ലങ് കോൺസ്റ്റന്റ്. എ എന്ന് പറയുന്നത് മെയ്ഡ് ലങ് കോൺസ്റ്റന്റ്. അതായത് ഈ മെയ്ഡ് ലങ് കോൺസ്റ്റന്റ് എന്തിനാന്ന് വെച്ചാൽ ഇപ്പോ അതായത് ഒരു NaCl ക്രിസ്റ്റൽ ഫോം ചെയ്യുന്നു. അതിൽ ഒരു Na+ഉം ഒരു Cl- മൈനസും മാത്രമല്ല ഉള്ളത്. ഒരു Na+ന് ചുറ്റും 8 Cl- ഉണ്ട്. അതായത് കോർഡിനേഷൻ നമ്പർ ഓഫ് Na+ ആസ് വെൽ ആസ് Cl- ഇസ് 8. അപ്പോ അവിടെ ചുറ്റും 8 കൗണ്ടർ അയോൺസ് ഉണ്ട് ഏതെടുത്താലും. അതായത് ഒരു Na+ന് 8 കൗണ്ടർ അയോൺസുമായിട്ട് ഇന്ററാക്ഷൻസ് ഉണ്ട്. അത്രയും ജോമെട്രിക്കൽ ഇന്ററാക്ഷൻസിനെയും കൂടെ ഈ അട്രാക്റ്റീവ് ഫോഴ്സിലോട്ട് ഇൻക്ലൂഡ് ചെയ്യണം. അതിനു വേണ്ടിയാണ് നമ്മൾ എ എന്നുള്ള ഒരു ടേം ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ A is equal to Z plus into Z minus E square. E square എന്ന് പറയുന്നത് E എന്ന് പറയുന്നത് ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. 1.6 into 10⁻⁻⁹ ഡിവൈഡഡ് ബൈ again 4πε0 R. ഓക്കെ, അപ്പൊ അതാണ് അട്രാക്റ്റീവ് എനർജിയുടെ ടേം. ഇനി റിപ്പൾസീവ് എനർജിയുടെ ടേം എന്താന്ന് വെച്ചാൽ ഇ ആർ ഇസ് ഈക്വൽ ടു ബി ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു സ്മോൾ ലെറ്റർ എൻ. അതില് സോറി ഇതല്ല ഇക്വേഷൻ. E repulsive is equal to B divided by R raised to N. Okay, അതിൽ R again is bond length, N എന്ന് പറയുന്നത് ബോൺ എക്സ്പോണന്റ് ആണ്. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. N is ബോൺ എക്സ്പോണന്റ്, BORN എക്സ്പോണന്റ്. ഓക്കെ, പിന്നെ B എന്ന് പറയുന്നത് B is a constant. ഈ ബോൺ എക്സ്പോണന്റ് നമുക്ക് കിട്ടുന്നത് കംപ്രസിബിലിറ്റി ഡേറ്റ എന്നാണ്. ഇതൊക്കെ നിങ്ങൾ എഴുതിയെടുക്കേണ്ടതെന്നാണോ ഞാൻ വിശ്വസിക്കണേ. ബോൺ എക്സ്പോണന്റ് നമുക്ക് കിട്ടുന്നത് കംപ്രസിബിലിറ്റി ഡേറ്റ എന്നാണ്. അതായത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ 2 അയോൺസിന് ഭയങ്കരമായിട്ട് അടുത്തുകൊണ്ടിരുന്ന് അവരെ കംപ്രസ് ചെയ്യുന്നത്. അപ്പൊ കംപ്രസ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ഫാക്ടറാണ് ബോൺ എക്സ്പോണന്റ്. അതും കൂടെ റിപ്പൾസീവ് എനർജിയുടെ ടേമിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഇനിയിപ്പം നമ്മൾ പറഞ്ഞ പോലെ ടോട്ടൽ എനർജി ഈസ്, ഈ ഇക്വേഷനെ റീറൈറ്റ് ചെയ്യുകയാണെങ്കിൽ A Z plus Z minus E square divided by 4πε0 R. പിന്നെ ഒരു ടേമും കൂടെ ന്യൂമറേറ്ററിൽ വരാനുണ്ട്, N, അവോഗാഡ്രോ നമ്പർ. കാരണം നമ്മൾ ഒരു മോളിന്റെ ലാറ്റിസ് എനർജിയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് രണ്ട് എന്താ പറയാ കമ്പണന്റിലും അവോഗാഡ്രോ നമ്പറും കൂടെ വരും. എന്നും എഴുതാം, എന്നും എഴുതാം. ഓക്കെ, R⁻⁻N. ഇതാണ് ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. അതില് നമ്മൾ ഈ പറഞ്ഞ എനർജി ഡയഗ്രത്തിലെ ഈ പോയിന്റ്, അതായത് ഇവിടെയാണ് ഈ അട്രാക്റ്റീവ് ഇന്ററാക്ഷൻ നടന്ന് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള എനർജി, അതായത് അവിടെയാണ് ഫോം ചെയ്യുന്നത്. അപ്പം ഈ അവിടെയാണ് ഫോം ചെയ്തത് ഏറ്റവും സ്റ്റേബിൾ ആയി നിൽക്കുന്നത്. അപ്പൊ ഏറ്റവും സ്റ്റേബിൾ ആയ ഈ ഇക്വിലിബ്രിയം പൊസിഷനില് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ ഡെറിവേറ്റീവ് ഓഫ് ലാറ്റിസ് എനർജി എന്ന് പറയുന്നത്, അതായത് du ബൈ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ബോണ്ട് ലെങ്ത്. ഓക്കെ, du ബൈ dr എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, ഇക്വിലിബ്രിയം പൊസിഷൻ ആയതുകൊണ്ട്. ദാറ്റ് മീൻസ് അതായത് ഈ സാധനം ലാറ്റിസ് എനർജി ആണെങ്കിൽ നമ്മൾ ഇതിന്റെ ഡെറിവേറ്റീവ് ആണ് കാണുന്നത്. അപ്പൊ ഈ ടേമിന്റെ ഒക്കെ ഡെറിവേറ്റീവ് ടോട്ടൽ ചെയ്താൽ A
n Avogadro number z plus z minus e square divided by 4 pi epsilon 0 r square. Okay. Derivative ആണ് പറഞ്ഞു minus n nb divided by r raised to n plus 1. Okay. ഇതാണ് എന്താ പറയാ ഇതിന്റെ ഡെറിവേറ്റീവ് ആയിട്ട് വരുന്നത്. അവിടെ സിൻസ് ദിസ് ഡെറിവേറ്റീവ് ഇസ് ഈക്വൽ ടു 0 നമുക്ക് ഈ ടേംസ് രണ്ടും ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോൺ എക്സ്പോണന്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്നത് മൈനസ് എ സെറ്റ് പ്ലസ് സെറ്റ് മൈനസ് e square r raised to n minus 1 divided by 4 pi epsilon 0 n. ഇതാണ് ബിക്കുള്ള ഇക്വേഷൻ ആയിട്ട് കിട്ടുന്നത്. എന്നിട്ട് ഈ ബിക്കുള്ള ഇക്വേഷൻ എടുത്തിട്ട് ഇതിന് ഇക്വേഷൻ 1 വിളിക്കുകയാണെങ്കിൽ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ equation 1 substitute ചെയ്യുമ്പോൾ u is equal to lattice energy is equal to a z plus z minus n e square divided by 4 pi epsilon 0 r0. ഇത് ലാറ്റിസ് എനർജി ഇക്വിലിബ്രിയം ആയതുകൊണ്ട് r0 എന്ന് എഴുതാണ്. minus a n z plus z minus e square divided by 4 pi epsilon 0 r0 n. അതായത് ഈ ബിന്നെടുത്ത് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്നുള്ള സ്റ്റെപ്പിന് ശേഷം ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യും കൂടെ ചെയ്തു. ഈ du by dr എന്നുള്ള ഇക്വേഷന് ഇന്റഗ്രേറ്റ് ചെയ്യും കൂടെ ചെയ്തു. കാരണം നമ്മൾ ഇവിടെ എഴുതിയേക്കുന്നത് u0 ആണ്. ഓക്കെ, അങ്ങനെയാണ് ഈ ടേംസ് മാറിയേക്കണേ. അതായത് ഈ ഡെറിവേഷൻ പഠിക്കുന്നതിനെ കൊണ്ട് നിങ്ങൾക്ക് എക്സാമിന് വലിയ യൂസ് ഇല്ല, പക്ഷെ ടേംസ് മനസ്സിലാക്കാൻ വേണ്ടി ഡെറിവേഷൻ പറയുന്നത്. ഇതിനെ കൺവേർട്ട് ചെയ്ത് എഴുതിയ u0 is equal to an z plus z minus e square divided by 4 pi epsilon 0 r0 into 1 minus 1 by n. ഇതാണ് ബോൺലാൻഡ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ബോൺലാൻഡ് ഇക്വേഷൻ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു ലാറ്റിസ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു NaCl എക്സാമ്പിളിൽ ലാറ്റിസ് എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നതും പറഞ്ഞായിരുന്നു. അത് നോട്ട് ചെയ്തെടുത്ത മറ്റേ ആൾക്ക് മനസ്സിലാവും, ഗോപിയൊക്കെ മനസ്സിലാവും. ഈ ബോൺലാൻഡ് ഇക്വേഷൻ പോലെ തന്നെ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ആയിരുന്നു ബോൺ ഹാബർ സൈക്കിള്. ഓക്കെ, ബോൺ ഹാബർ സൈക്കിള് നമ്മൾ പറഞ്ഞു ബോൺലാൻഡ് ഇക്വേഷൻ ഒരു ലാറ്റിസ് എനർജി, അതായത് രണ്ട് അയോൺസിനെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഫോം ചെയ്യുമ്പോഴുള്ള മാത്രമാണെങ്കിൽ ബോൺ ഹാബർ സൈക്കിൾ റെപ്രസെന്റ് ദ ടോട്ടൽ എനർജി ചേഞ്ചസ് ഫോമിങ് എ മോളിക്യൂൾ. അതായത് ഇപ്പം Na എന്നുള്ള സോളിഡ് Na എന്നുള്ള ഗ്യാസായി, Na എന്നുള്ള ഗ്യാസ് Na പ്ലസ് എന്നുള്ള അയോണായി ഗ്യാഷ്യസ് ഫോമിൽ, അതുപോലെ Cl2 എന്ന് പറയുന്ന ഗ്യാസിനെ ഡിസോസിയേറ്റ് ചെയ്ത് Cl ആയി, Cl അയോണൈസ് ചെയ്ത് Cl മൈനസ് ആയി, ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്ത് Cl മൈനസ് ആയി, എന്നിട്ട് ഈ Na പ്ലസും Cl മൈനസും കൂടെ NaCl ഫോം ചെയ്യും. അത്രയും കേസ്, അത്രയും എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ് ബോൺ ഹാബർ സൈക്കിൾ എന്ന് പറഞ്ഞു. ബോൺ ഹാബർ സൈക്കിളിന്റെ ഒരു ഇമ്പോർട്ടൻസ് അതാണ് ഇവിടെ പറയുന്നത്. ബോൺ ഹാബർ സൈക്കിളിന്റെ ഇമ്പോർട്ടൻസ് ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യോ ഇല്ലയോ എന്നുള്ളത് ബോൺ ഹാബർ സൈക്കിൾ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഞാൻ വീഡിയോ കാണുന്നുണ്ടോ? Yes, ma'am.
ഇന്റർനെറ്റിന് എന്തെങ്കിലും ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ പറയണേ. അതായത് ബഫറിംഗ് ഇഷ്യൂ വരും എന്നുള്ളതുകൊണ്ടാണ് വീഡിയോ ഓൺ ആക്കാതിരുന്നത്. എന്തെങ്കിലും സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം, അപ്പൊ ഓഫ് ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പം ബോൺ ഹേബർ സൈക്കിളില് ഇമ്പോർട്ടൻസ് നമ്മൾ പറയുന്നത്, നമുക്കറിയാം NaCl എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യാം. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാന്ന് വെച്ചോ, NaCl2 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ? അതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ അതിന്റെ ആൻസർ ലൈസ് ഇൻ ബോൺ ഹേബർ സൈക്കിൾ. ഓക്കെ, അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, NaCl2 ഫോം ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഒരു Na+ന്റെ കൂടെ 2 Cl വേണം. ഓക്കെ, അതായത് ആദ്യത്തെ എനർജി ചേഞ്ച് എന്ന് പറയുന്നത് നമുക്കറിയുന്ന പോലെ Na സോളിഡിനെ Na ഗ്യാസ് ആക്കണം. ഓക്കെ, Na ഗ്യാസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു അറ്റോമൈസേഷൻ എനർജിയാണ് ΔH അറ്റോമൈസേഷൻ. ΔH അറ്റോമൈസേഷൻ പ്ലസ് 102 kJ/mol ആണ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സോഡിയം, ഗ്യാസ് ഫോമിലുള്ള സോഡിയം ഒരു ഇലക്ട്രോൺ റിലീസ് ചെയ്തിട്ട് Na+ ആവണം. അതായത് ΔH അയണൈസേഷൻ എനർജി. ഓക്കെ, ΔH അയണൈസേഷൻ എനർജി എന്ന് വെച്ചാൽ പ്ലസ് 496 kJ/mol ആണ്. ഇത്രയും ഓക്കെ. അവിടുന്ന് ഇനി നമ്മള് ക്ലോറിന്റെ കേസ് എടുക്കാന്ന് വെച്ചോ. ക്ലോറിന്റെ കേസിൽ ഒരു ക്ലോറിൻ അതായത് ഡിസോസിയേഷൻ എനർജി വരുന്നുണ്ട്. ക്ലോറിൻ Cl2, അതായത് ബേസിക് ആയിട്ടുള്ള കമ്പണൻസുകളുടെ Na സോളിഡും Cl2 ഗ്യാസും ആണ്. ഓക്കെ, അപ്പം Cl2നെ ഡിസോസിയേറ്റ് ചെയ്തിട്ട് Cl ആവണം. ഓക്കെ, അതിനുള്ള എൻതാൽപ്പി എന്ന് പറയുന്നത് അതും അറ്റോമൈസേഷൻ തന്നെയാണ്. ΔHA Cl എന്ന് പറയുന്നത് പ്ലസ് 121 kJ/mol ആണ്. ഓക്കെ, ഇനി അടുത്ത അടുത്ത എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് Cl-നെ Cl- ആക്കുന്നത്. ഓക്കെ, അപ്പം അതിന് ആദ്യം ഒരു ഇലക്ട്രോൺ എടുക്കുന്നു. അതിന് ഇലക്ട്രോൺ അഫിനിറ്റി ഒന്നാമത്തെ ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത്, ഒരു സെക്കൻഡ്, ഓക്കെ ഓക്കെ, ഇവര് വേറൊരു രീതിയിൽ കാൽക്കുലേഷൻ കാണിച്ചിട്ടുണ്ട്. അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. ഇത് ചിലപ്പോൾ കൺഫ്യൂസിങ് ആയിരിക്കും. അതായത് Cl2നെ Cl2 ആയിട്ട് തന്നെ വെച്ചു. എന്നിട്ട് Cl2 മൈനസ് എന്നുള്ള കേസിലോട്ട് മാറ്റുന്നത്. അപ്പം അവിടെ Na ആണെങ്കിൽ 2 Na+ ആയിരിക്കണം. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റിലുള്ള സിസ്റ്റത്തിനെ കൊണ്ടാണ് ഇവര് ഇവിടെ ഫോം ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ എന്തൊക്കെ എനർജി വരും നോക്കിയാൽ നമ്മൾ പറഞ്ഞ പോലെ Na-ന്റെ അറ്റോമൈസേഷൻ വരും. Na-ന്റെ അറ്റോമൈസേഷൻ പ്ലസ് 108. പിന്നെ അടുത്തത് Na-ന്റെ ഫസ്റ്റ് അയണൈസേഷൻ, അതായത് ആദ്യത്തെ ഇലക്ട്രോണെ റിലീസ് ചെയ്യുന്നത് പ്ലസ് 496 വരും. Na-ന്റെ അടുത്ത അയണൈസേഷൻ, ഓക്കെ, 2 Na+ ആണല്ലോ, I2 എന്ന് പറയുന്നത് പ്ലസ് 4562 വരും. അതായത് ആ എനർജീന്റെ വാല്യൂ ഒന്ന് നോക്കണം. ഒരു Na+ ഫോം ചെയ്യാനാണെങ്കിൽ എപ്പോഴും പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് നമുക്ക് ഫേവറബിൾ അല്ല എന്നുള്ളത് നോക്കണം. കാരണം നെഗറ്റീവ് ആണ് എപ്പോഴും സ്പോണ്ടേനിയസ്. അതിന് തന്നെ അതായത് നമ്മൾ എൻഡോതെർമിക് റിയാക്ഷൻ എനർജി കൊടുക്കുകയാണ്. അതിന് തന്നെ നമ്മൾ ഏകദേശം ഒരു 500 kJ/mol എനർജി കൊടുത്തു.
രണ്ടാമത്തെ അയണൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ 4600 അടുത്ത് എന്താ പറയുക എനർജി കൊടുക്കണം. അവിടുന്ന് തന്നെ നമുക്ക് റിയാക്ഷന്റെ ഫീസിബിലിറ്റി ഊഹിക്കാം. എന്നാലും ഈ ബോൺഹൈബർ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ അടുത്ത ടേം എന്താന്ന് വെച്ചാല് ഡെൽറ്റ എച്ച് ഇലക്ട്രോൺ അഫിനിറ്റി രണ്ട് എന്താ പറയാ ക്ലോറിൻ രണ്ട് ക്ലോറിൻ എന്നുള്ള രീതിയിൽ എടുത്തിട്ട് അതിനെ -698 എന്ന് കൊടുത്തു. അപ്പം ഇത് ടോട്ടൽ ചെയ്ത് വരുന്ന സമയത്ത് ഇനിയിപ്പം അടുത്തൊരു ടേം ഉള്ളത് ലാറ്റിസ് എനർജി -2180. ഓക്കെ, പിന്നെയുള്ളതും ഞാൻ നേരത്തെ പറഞ്ഞ ഡെൽറ്റ എച്ച് അറ്റോമൈസേഷൻ ഓഫ് Cl 242. അപ്പം ഈ എനർജി ഒക്കെ ടോട്ടലി കാൽക്കുലേറ്റ് ചെയ്ത് വന്ന +2530 കിലോ ജൂൾ പെർ മോൾ ആണ്. ഇതൊക്കെ ഈ കൺസെപ്റ്റ് മനസ്സിലാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. അതായത് +2530 കിലോ ജൂൾ പെർ മോൾ അത്രയും എനർജി നമ്മൾ ആ സിസ്റ്റത്തിലോട്ട് കൊടുക്കണം NaCl2 എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യാൻ. അപ്പൊ അതുകൊണ്ടാണ് ഈ സാധനം ഫീസിബിൾ അല്ല എന്ന് പറയുന്നത്. അപ്പൊ ഇതിനിപ്പോ ഒരു സിമ്പിൾ ആയിട്ട് ചോദിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള കോമ്പൗണ്ട് തന്നിട്ട് ഇത് ഫോം ചെയ്യുന്നില്ല എന്നാണെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ ജസ്റ്റിഫിക്കേഷൻ എന്ന് വെക്കാം. അപ്പൊ ബോൺഹേബർ സൈക്കിൾ അനുസരിച്ചായിരിക്കും ഇത് ഫോം ചെയ്യാത്തത്. ഓക്കെ, ഇവര് പിന്നെയും വേറെ എക്സാമ്പിൾസ് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ചില കോമ്പൗണ്ട്സ് ഫോം ചെയ്യാത്തതെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത ഒരു ഇക്വേഷൻ അല്ല, അടുത്തൊരു ഫാക്ടർ നമ്മൾ മനസ്സിലാക്കേണ്ടത് കപ്പുൻസ്കി ഫാക്ടർ ആണ്. ഓക്കെ, AAPUSTINSKII കപ്പുൻസ്കി ഇക്വേഷൻ. ഈ കപ്പുൻസ്കി ഇക്വേഷൻ പുതിയതൊന്നല്ല. അതായത് നമ്മൾ നേരത്തെ കണ്ട മേഡ്ലൻ കോൺസ്റ്റന്റ് ഉണ്ടല്ലോ A. ഓക്കെ, ആ മേഡ്ലൻ കോൺസ്റ്റന്റ് അൺനോൺ ആണെങ്കിൽ ആ മേഡ്ലൻ അതായത് ബോൺലാൻഡ് ഇക്വേഷന്റെ ഇതും കഴിഞ്ഞ ക്ലാസ് പറഞ്ഞായിരുന്നു. ബോൺലാൻഡ് ഇക്വേഷന്റെ കുറെ ടേംസ് ഒക്കെ നോൺ ആണ്. അപ്പൊ ഇതിനെ വേറൊരു ഫോമിലോട്ട് മാറ്റി എഴുതാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതില് മേഡ്ലൻ കോൺസ്റ്റന്റ് അൺനോൺ ആണെന്ന് വെച്ചു. അതായത് മേഡ്ലൻ കോൺസ്റ്റന്റ് കിട്ടാൻ ഒരു ടേബിൾ ഉണ്ടായിരുന്നു ടെക്സ്റ്റ് ബുക്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അതായത് അവർ എക്സ്പെരിമെന്റലി കാൽക്കുലേറ്റഡ് ആണ്. അപ്പോ എക്സ്പെരിമെന്റലി ഇതുവരെ കാൽക്കുലേറ്റ് ചെയ്യാത്ത ഒരു മേഡ്ലൻ കോൺസ്റ്റന്റ് ആണ് നമ്മുടെ സിസ്റ്റത്തിന്റെ എങ്കിൽ എങ്ങനെയാണ് ലാറ്റിസ് എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതാണ് കപ്പുൻസ്കി ഇക്വേഷൻ. അവിടെ U0 = 120,200. ഓക്കെ, അതാണ് ആ വാല്യൂ. നമ്പർ ന്യൂ സെറ്റ് പ്ലസ് സെറ്റ് മൈനസ് ഡിവൈഡഡ് ബൈ R0 into 1 - 34.5 divided by R0. ഇതാണ് കപ്പുൻസ്കി ഇക്വേഷൻ. അതിൽ ന്യൂ എന്ന് പറയുന്നത് ന്യൂ ഇസ് നമ്പർ ഓഫ് അയോൺസ് പെർ മോളിക്യൂൾ ഓഫ് ദി കോമ്പൗണ്ട്. ന്യൂ ഇസ് നമ്പർ ഓഫ് അയോൺസ് പെർ മോളിക്യൂൾ ഓഫ് ദി കോമ്പൗണ്ട്. ഓക്കെ, എഴുതിയായിരുന്നോ? ഹലോ, ഹലോ, കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, നിങ്ങളൊന്ന് ഇടയ്ക്ക് റെസ്പോണ്ട് ചെയ്യണം. അതായത് ഇന്റർനെറ്റ് കണക്ഷൻ പോയില്ലോ ഇല്ലോ എന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പോ ഇടയ്ക്കൊന്ന് റെസ്പോണ്ട് ചെയ്യണേ. ശരി.
ഓക്കെ, ഇനി അടുത്ത ഒരു സബ് ടോപ്പിക് ആണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേഡിയോ ഓഫ് അയോൺസ്. ഓക്കെ,